നമസ്കാരം. വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഒരു നാടിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വികസന സദസ്സിൽ സ്ത്രീ സാന്നിധ്യം അനിവാര്യമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. നിറമരുതൂർ പഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിയമസംരക്ഷണ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനായി പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ തിരൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. പാഠപുസ്തകത്തിന് അപ്പുറത്തൊരു അനുഭവമായി വിദ്യാർത്ഥികളിൽ കൗതുകവും ആവേശവും നിറച്ചു. പരപ്പനങ്ങാടിയിൽ യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു. പരപ്പനങ്ങാടി ഓട്ടുമൽ സ്വദേശി പിത്തപ്പേരി ഹുസൈൻ മകൻ അസ്ഹാബാണ് മരണപ്പെട്ടത്. മഞ്ചേരി നഗരസഭയുടെ വികസന സദസ്സ് മഞ്ചേരി മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. മഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു. AMUPS ചെമ്പ്ര, JMHS പരന്നേക്കാട്ട്, GBHS തിരൂർ എന്നിവിടങ്ങളിൽ വെച്ച് നടന്ന തിരൂർ ഉപജില്ലാ ശാസ്ത്രമേളയിൽ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 777 പോയിന്റ് നേടി GBHS തിരൂർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും 5 വർഷത്തെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി പൊന്മള ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഭരണകാലയളവിൽ പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചെന്ന് ഉദ്ഘാടന വേദിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ് പറഞ്ഞു. കലയെ നെഞ്ചോട് ചേർത്ത വെട്ടം പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ഏറെ ഹൃദ്യമായി. പഞ്ചായത്തിലെ നിരവധി ഭിന്നശേഷി വിദ്യാർത്ഥികൾ വിവിധ കലാമത്സരങ്ങളിൽ മാറ്റുരച്ചു. മേലാറ്റൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനവും പ്രോഗ്രാം ഓഫീസ് ഉദ്ഘാടനവും ഉപജില്ലാ ഓഫീസർ ബിന്ദു PS വയലിൽ നിർവഹിച്ചു. ഒക്ടോബർ 21, 22, 23 തീയതികളിലായി മുള്ള്യക്കുറിശി PTM UP സ്കൂളിൽ വെച്ചാണ് ശാസ്ത്രമേള സംഘടിപ്പിക്കുന്നത്. തിരൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് വെട്ടം AMUP സ്കൂൾ. ശാസ്ത്ര വിഭാഗത്തിൽ UP ഓവറോൾ 1ാം സ്ഥാനവും പ്രവൃത്തി പരിചയമേളയിലും ഗണിതശാസ്ത്രമേളയിലും LP UP വിഭാഗങ്ങളിൽ ഓവറോൾ സ്ഥാനവും നേടി. തിരൂർ താലൂക്ക് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സഹോദര സ്ഥാപനമായ കാൽക്കുലസ് കോളേജ് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് IT സർട്ടിഫിക്കറ്റ് വിതരണവും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ഔപചാരിക ഉദ്ഘാടനവും നടത്തി. തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MS അജിത് ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് ദാരിദ്ര്യവും അസമത്വവും വർദ്ധിച്ചു വരുമ്പോൾ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് മൂർക്കനാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെട്ടം പഞ്ചായത്ത് 4ാം വാർഡ് പച്ചാട്ടിരി പാടാട്ടിൽ അശോകന്റെ വീട്ടിലെ വയറിംഗ്, മെയിൻ സ്വിച്ച് ബോർഡ്, വിറകുപുരയും ശക്തമായ ഇടിമിലയേറ്റ് തീ പിടിച്ചു. തിരു അഗ്നിരക്ഷാസേന അംഗങ്ങളെത്തി തീ അണച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.